ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ ഇസ്ലാമിക് തീവ്രവാദം അതിൻ്റെ ഒരു കാടത്തമാണ് കണ്ടത് പഹൽഗാമിൽ. അപ്പോൾ അത് പാകിസ്ഥാനെ തകർത്തുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്, ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ. ഇവിടെ ഇന്ത്യക്ക് കിട്ടുന്ന പൂർണ്ണ പിന്തുണ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന പിന്തുണ അതുകൂടിയല്ലേ? നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് വിളിക്കാൻ കഴിയുന്നത് തന്നെ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാണ് ഞാൻ പറയുക. സാധാരണ ഈ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ ആ ഒരു മോട്ടീവിനെ അത് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, സത്യത്തിൽ ഇവിടെ ഞാനൊക്കെ ഭയക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഷയമായി മാറുക എന്ന് പറയുന്ന ഒരു വിഷയം, ആ ഒരു പ്രോബ്ലം, അതാണ് ഇവിടെ നമ്മളൊക്കെ ഭയക്കുന്നത്. പക്ഷേ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ, പക്ഷെ അങ്ങനെ ഒരു വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനാണല്ലോ. കാരണം ആ ഭീകരവാദികളെ കൊണ്ട് ആ രീതിയിൽ പറയിപ്പിക്കുകയും ചെയ്യുന്നു. അതേ അവർക്ക് സാധിക്കുള്ളൂ. പക്ഷെ അത് ഇവിടെ നടന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളുടെ ഇവിടുത്തെ മനുഷ്യരുടെ വിജയമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതിലൊരു ഒരു ബിഗ് അപ്ലോസ് അത് നമുക്ക് തന്നെ കൊടുക്കേണ്ട ഒരു ഘട്ടമാണെന്നാണ് ഞാൻ പറയാം. ഒന്നത്. പക്ഷെ അപ്പോഴും അതിന്റെ ഇടയിൽ ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇതിൽ മതത്തെക്കുറിച്ച് അതിന്റെ ആ ഒരു യഥാർത്ഥ വിഷയത്തെ പറയരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട്. എന്തൊക്കെയായാലും അങ്ങനെ പറയുന്നത് നമുക്ക് സാധിച്ചു എന്ന് തന്നെ. ഇനി ചോദിച്ച വിഷയം, അതിൽ ഈ ഒരു പിന്തുണയും അതുപോലുള്ള കാര്യങ്ങൾ, ഇന്ത്യ ഇതിനകത്ത് എടുത്തിരിക്കുന്ന നിലപാടുകളിലെ ഒരു വ്യക്തത എന്നൊക്കെ പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബാർബറിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ലോകത്തെ ഒരു മാതൃകയായിട്ട് മാറണമെന്ന് വിചാരിക്കുന്ന ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള, വളരെയധികം ഒരു ലോക മാതൃക ആകണമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തി വെക്കുന്ന ഒരു കാര്യമാണ് അത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം. നമ്മളൊരു തീരുമാനം എടുത്താലും, നമ്മളൊരു തീരുമാനം ഉൾക്കൊള്ളുമ്പോഴായാലും അതിനൊരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉണ്ട്. അത് നമ്മൾ പ്രകടിപ്പിക്കാൻ മാത്രമല്ല, നമ്മളത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പൊ നേരിടുന്ന രാജ്യം പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇറാനിനെ കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെ അവർ ലഘൂകരിക്കുന്നു. അങ്ങനെ ഒരു സാധനമേ അവർ കരുതുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിവിലൈസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിന്റെ പ്രതികരണങ്ങൾ നോക്കിയാൽ കാണാം, ലോകം, ഇന്ത്യ മുഴുവൻ, ഈ സോഷ്യൽ മീഡിയ ആയാലും എവിടെ ആയാലും എല്ലായിടത്തും സൈനിക സേനാപതിമാർ നിറഞ്ഞു നിൽക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ബോംബ് ഇപ്പോൾ വിടണം, നാളെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം, യുദ്ധം ചെയ്യണം, മോദി എന്താണ് ഇത് വിടാത്തത് എന്നൊക്കെ ചോദിച്ച് ഇതിന് ഉത്തരവിട്ട് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയല്ലല്ലോ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇതിനകത്തൊരു ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള നീക്കങ്ങൾ അത് വളരെ പ്രധാനമാണ്. അതിൽ ഇന്ത്യ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുക. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് തന്നെയാണ് നമ്മൾ പറയുക. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു മിലിറ്ററി മൈറ്റ്, അതിൻ്റെ ഒരു ഡിസ്പ്ലേ, അതിനുള്ള റെഡിനെസ് അത് നമ്മൾ കാണിക്കുമ്പോൾ അത് ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നു, ഹൂത്തികളെ പോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറാന് ചെയ്ത മാതിരി അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഒരു മിസൈൽ പോലും വിടാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട്, ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് അങ്ങനെയുള്ള വീരവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ വി ആർ റെഡി ടു ഡു എനിത്തിങ് എന്നുള്ളത് മുന്നേ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും ഒരു വലിയ പുത്തരിയല്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റാൻഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സോ ഇത് എടുത്തു ചാടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ നാളെ ശരിയാക്കാമെന്നുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ആ ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കുന്നു എന്ന് കാണുമ്പോൾ, അങ്ങനെ കാണിക്കാൻ സാധിക്കുന്ന ഒരു ഭരണത്തിന്റെ കീഴിൽ ജീവിക്കാൻ കഴിയുന്നു എന്ന് കാണുമ്പോൾ, അത് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആഭ്യന്തരമായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയാണ് എന്നും കൂടി വരുമ്പോൾ നമുക്ക് അതിലൊരു വിശ്വാസം വർദ്ധിക്കുകയാണ്, നമ്മൾക്ക് അതിനോടുള്ള അഭിമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ ആ ഒരു നിലനിൽപ്പ് തന്നെ നമുക്ക് ഒരു അഭിമാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അപ്പോഴും അവിടെ മറ്റൊരു ചോദ്യം അല്ലല്ലോ, ഒരു കോണിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉയരും. ഇപ്പോൾ താങ്കൾ അത് പറഞ്ഞു തുടങ്ങുകയും ചെയ്തതാണ്, അതിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. ഇത്രയും പേരുടെ ചോര ഒഴുകിയിട്ടും അതിന് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി എന്തുകൊണ്ട് രാജ്യം നൽകുന്നില്ല എന്നുള്ള ചോദ്യം, അതൊരു വൈകാരികമായ ചോദ്യം തന്നെയാണ്, അത് ഉയരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ മുദ്രാവാക്യം ഉയർന്നു വരുന്നത്. കശ്മീരിൽ നിന്നാണ് അത് പ്രധാനമായിട്ടും ഉയർന്നു വന്നത് എന്നത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. 35 വർഷത്തിന് ശേഷം കശ്മീരിൽ ഈ വിഷയത്തിൽ അല്ലേ ഒരു ബന്ധം നടക്കുകയാണ് അല്ലേ? അത് ഞാൻ പറയുമ്പോൾ ആദ്യം ആ ചോദ്യം ഉന്നയിച്ച ഒരു ആളുകൾക്കും അതുപോലെ തന്നെ ആ ഒരു വിഷയം എടുത്തിട്ട ആളുകൾക്കും ഒരു അഭിനന്ദനമാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നന്ദിയാണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത്. കാരണം എന്താണ്, ഇതേ ആളുകൾ തന്നെയായിരുന്നു കുറച്ച് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ട് 370 റദ്ദാക്കിയിട്ട് എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്നിപ്പോൾ പറയുന്നത് 370 റദ്ദാക്കി, അതൊക്കെ ഒരു ശരിയായി വരുന്ന ഇടയ്ക്ക് ഇതിപ്പോൾ സംഭവിച്ചപ്പോൾ ഇത് വലിയ പ്രശ്നമായി എന്ന് പറയുമ്പോൾ അവർ തന്നെ വ്യംഗ്യമായിട്ട് സമ്മതിക്കുന്ന എന്താണ്, അവിടെ
370 റദ്ദാക്കിയത് നന്നായി എന്ന് തന്നെയല്ലേ. അപ്പം ഞാൻ ഇപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു മൂന്നാം കക്ഷിയായിട്ട് ഇത് കാണുന്ന ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകാം. കാരണം എന്താണ്, ഇതേ ആളുകൾ തന്നെ അപ്പുറത്ത് നിന്നിട്ട് ഇതിനെ എതിർക്കുക, ഇന്നിപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുക. സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണം, പക്ഷേ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇറങ്ങിയിട്ട് വേറെ തിരിച്ച് പറയും. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇതേ ആളുകൾ തന്നെ പുൽവാമ അറ്റാക്ക് വന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത്, ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നാടകമാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അതേ വാദം ഈ അറ്റാക്കിന്റെ പിന്നിലും ആളുകൾ എടുത്ത് ഉന്നയിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് എന്താണ്, പണ്ടത്തെ മാതിരിയല്ല, ഇതിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായതുകൊണ്ട് അതിൽ ഈ തീവ്രവാദികൾ ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്ന ടാക്ടിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. മുഴുവൻ പേരെ കൊല്ലുകയല്ല അവർ ചെയ്തിരിക്കുന്നത്, കൊന്ന് കുറച്ച് പേരെ മാറ്റുന്നു, അതോടൊപ്പം ജീവനോടെ അത് നേരിട്ട് കണ്ട ആളുകൾ വെറുതെ വിടുന്നു. അവരിലൂടെ ഈ ടെറർ ഇവിടെ ഇൻഫെക്ഷ്യസ് ആക്കി മാറ്റാണ്. ആ ടെറർ അത് വെച്ചുകൊണ്ട് ഇതിലെ ഭീതി വ്യാപാരത്തിന് അവർ ആക്കം കൂട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ആ കഥകൾ പുറത്തെത്തി. മറ്റേത് അങ്ങനെയല്ല, കഥ പുറത്തെത്തിയിട്ടില്ല, എന്താ അവിടെ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഇന്ന് കഥകൾ പുറത്തു വരുന്നു, കലിമ ചൊല്ലിച്ചതിൻ്റെ കഥയും അതുപോലെ മറ്റു പല കാര്യങ്ങളും വരികയാണ്. ആ ഒരു രീതിയിൽ ടെറർ ഇവിടെ അഴിച്ചുവിടുമ്പോൾ ഇത് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് നമ്മളെ കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പുരോഗതിയെയും അപ്പാടെ പിന്നോട്ടടിപ്പിക്കുന്നതിന് കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് ശ്രീ സേനാപതി വേണു. ആർട്ടിക്കിൾ 370